ഈ സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ് നമുക്കൊന്ന് ചെയ്താലോ? ഇത് മെമ്മറി വയറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ബീഡ്സ് ഉണ്ട്. അത് കളർഫുൾ ആയിട്ടൊരു ഹാർട്ട് ഷേപ്പിലുള്ളതാണ് കേട്ടോ. മെമ്മറി വയർ ഞാൻ ഈ ഒരു ഇതിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് ലെയർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്ററിൽ ഒരു ഫുൾ ലെയറും രണ്ട് സൈഡിൽ ഹാഫ് അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മുടെ പ്ലെയറിലെ അത് പിടിച്ചു ഒരു സൈഡിലേക്ക്, നിങ്ങൾക്ക് അകത്തോട്ട് വേണമെങ്കിലും പുറത്തോട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോഴേക്കും അതങ്ങ് ഫോൾഡായിരുന്നോളും. എന്നിട്ട് ഞാനിത് ആദ്യം ഒരു പകുതി, ഒരു ലെയറിൻ്റെ പകുതി ഞാൻ ബീഡ്സ് കോർത്തെടുക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലെയറിൻ്റെ പകുതി, അതായത് ഒരു ബാംഗിളിൻ്റെ പകുതി പോർഷൻ അത്രയും വൈറ്റ് ബീഡ്സ് കോർക്കും. അതിനുശേഷം ഒരു ലെയർ കംപ്ലീറ്റ്, അതായത് ഒരു സർക്കിൾ കംപ്ലീറ്റ് കളർ ബീഡ്സ് കോർക്കും. വീണ്ടും പകുതി വൈറ്റ് ബീഡ്സ് കോർത്ത് നിർത്തും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പകുതി, അതായത് ഒരു സർക്കിളിൻ്റെ നമ്മുടെ ഒരു ബാംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് എത്ര വരും അതുപോലെ. അപ്പോൾ അത്രയും പകുതി മാത്രം ഞാൻ വൈറ്റ് ബീഡ്സ് കോർത്തെടുക്കുന്നു. ഇനി ഞാൻ ഇത് വൈറ്റ് ബീഡ്സ് മാത്രമായിട്ടാണ് കോർക്കുന്നത്. ഇനി നിങ്ങൾക്ക് വൈറ്റ് ബീഡ്സിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ്സും കൂടെ കൊടുത്ത് ചെയ്യാം, ക്ലിപ്പ് സ്റ്റോണും കൊടുത്ത് ചെയ്യാം. ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ പ്ലെയിൻ ആയിട്ട് ആ വൈറ്റ് ബീഡ്സ് ഇങ്ങനെ കോർത്തെടുക്കുന്നതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക്. പെട്ടെന്ന് ചീത്തയാവോ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇത് നോർമൽ ബീഡ്സാണ് കേട്ടോ. വൈറ്റ് ബീഡ്സൊക്കെ നോർമൽ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു പകുതി ലെയർ ഞാനിത് കോർത്തു. ഇനി അടുത്ത് ഈ പ്ലാസ്റ്റിക് ബീഡ്സ് ആദ്യം ഒരു ബീഡ് ഇടുന്നു. ഹാർട്ട് ഷേപ്പാണ്. ഈ ഹാർട്ട് ഷേപ്പ് ഹാർട്ടിൻ്റെ ബീഡ് ഇടുന്നു. അതിനുശേഷം ഒരു ചെറിയ ഗോൾഡൻ ബീഡ്. അതിനുശേഷം വീണ്ടും ഒരു ബീഡ് കൊടുക്കുന്നു, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഒരു കളർ ബീഡ്സ്, അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ്, ഒരു കളർ ബീഡ്സ്, ഒരു ഗോൾഡൻ ബീഡ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് കോർത്തെടുക്കണം. അതായത് ഒരു സർക്കിൾ ആദ്യം പകുതി മാത്രമാണ് വൈറ്റ് ബീഡ്സ് കൊടുത്തത്, ഒരു പകുതി വൈറ്റ് ബീഡ്സ് കൊടുത്തു. ഇനി അടുത്ത് ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ കളർ ബീഡ്സ് കൊടുക്കുന്നു. ഇത് കോർക്കുന്ന ഒരു 5 മിനിറ്റ് അത്ര മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലാതെ ഒത്തിരി സമയമോ അങ്ങനെയൊന്നും എടുക്കില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ വേണ്ട വളരെ മിനിമം ആക്സസറിയാണ്. അതായത് ഒരു കളർ ബീഡ്സും ഒരു വൈറ്റ് ബീഡ്സും. ഈ ഗോൾഡൻ ബീഡ്സ് നിർബന്ധമില്ല. ഗോൾഡൻ ബീഡ്സ് ആ ഇടയിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി വരും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ 2 ബീഡ്സ് മാത്രം വെച്ചിട്ട് വളരെ നിസാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുണ്ടോ. വളരെ നമുക്ക് ഒത്തിരി റേറ്റോ ഒന്നും ആവത്തില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഒരു ലെയർ ആയോ എന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ കോർത്ത് പോയി കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഒരു ലെയർ അത് ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം, ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയോ എന്ന്. പിന്നെ ഗ്യാപ്പ് നമ്മളിത് അവസാനം കണ്ടില്ലേ, ഇത് ഇപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഒരു ലെയർ, ഞാൻ പറഞ്ഞില്ല ഒരു ലെയർ ആകുമ്പോൾ ഒരു സർക്കിൾ, ബാക്കിയും കൂടെ എനിക്ക് അത്രയും കൂടെ ഇനി ഈ ഒരു സർക്കിളിൻ്റെ പകുതി ബാക്കി അത്രയും എനിക്ക് കോർത്തെടുക്കണം. ഇനി അത്രയും കൂടെ കോർത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഇപ്പം നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ബാക്കിയും കൂടെ ഞാനങ്ങ് കോർത്ത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ശ്രദ്ധിക്കും. കാരണം ഞാൻ മുന്നേക്ക് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ കോർത്തിട്ട് അവസാനം ബീഡ്സ് എല്ലാം എടുത്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഏകദേശം നോക്കിയേ, കണ്ടല്ലോ. നമുക്ക് ഇനി കുറച്ചുകൂടെ ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. നമുക്ക് ഒരു ഊഹമാണല്ലോ, അതുകൊണ്ട്. ഇത് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇതിൻ്റെ തന്നെ നമുക്ക് മാലയും ചെയ്തെടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ കുറച്ച് 2 സൈഡിലും വൈറ്റ് ബീഡ്സും കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതേ ഗോൾഡൻ ബീഡും ഈ കളർ ബീഡും പ്ലാസ്റ്റിക് ബീഡ്സും കൂടെ കൊടുത്തിട്ട് മാലയും ചെയ്തെടുക്കാം കുട്ടികളുടെ. ഇപ്പോൾ കറക്റ്റ് ഒരു ലെയർ ആയിട്ടുണ്ട്. ഇനി വൈറ്റ് ബീഡ്സ് കൊടുക്കുക. ഈ വൈറ്റ് ബീഡ്സ് നോർമലി അങ്ങ് കോർത്തെടുക്കുക. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കോർത്തെടുക്കൽ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. നമ്മൾ അവസാനം എല്ലാ ബീഡ്സും അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ടൈറ്റായി നിർത്തുക. എന്നിട്ട് വേണ്ട അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അതിന് പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. നമ്മളുടെ മെമ്മറി വയർ വെച്ചിട്ട് ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുള്ളാണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും